ബ്രിട്ടനിൽ കൺസർവേറ്റീവ് പാർട്ടിയെ പിന്തള്ളിക്കൊണ്ട് ലേബർ പാർട്ടി അധികാരത്തിലെത്തുമ്പോൾ മലയാളിക്കും സന്തോഷിക്കാൻ കാരണമുണ്ട്. കാരണം കോട്ടയം ഓണംതുരുത്ത് സ്വദേശിയായ സോജൻ ജോസഫ് ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് ജയിച്ചു കയറിയിരിക്കുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് സോജൻ ജോസഫിന്റെ വീട്ടിലാണ്. നമുക്കൊപ്പം സോജൻ ജോസഫിന്റെ ബന്ധുക്കളും പിതാവും ഒക്കെ ചേരുന്നുണ്ട്. സന്തോഷമായില്ലേ? ഹാപ്പിയാണ്. ജോസഫേട്ട പഴയ ജോസഫേട്ടനല്ല ഇപ്പോ. വിളിച്ചായിരുന്നു രാവിലെ? എന്തോ പറഞ്ഞു? സന്തോഷമായി? സന്തോഷം, അടിപൊളി സന്തോഷം. കഴിച്ചു ആഹാരം കഴിച്ചു 3 ദിവസം കിടക്കാൻ പോകുന്നത് പോയി. ആണോ? ടെൻഷൻ ആയിരുന്നു അപ്പം? ടെൻഷനല്ല, ഇതിന് പറയാൻ നടക്കില്ലേ ഇത്. ടെൻഷൻ ഇല്ലാതിരിക്കുകയല്ലോ, അത് നമുക്ക് ആർക്കും ഉണ്ടാവുമല്ലോ. ജയിച്ചാലും തോറ്റാലും ടെൻഷൻ ഉണ്ടാവും. അപ്പം ജയിച്ചപ്പോൾ ഒന്നും പറയണ്ട. ഈ പഠിച്ചതൊക്കെ KE കോളേജിലായിരുന്നു മാതാനത്ത്. ആ പഠിച്ച സമയത്തൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല അങ്ങനെ അന്നത്തെ കാലത്ത് രാഷ്ട്രീയത്തിനും പോയില്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഇച്ചിരി പോകുന്നുള്ളതൊക്കെ ഞാൻ അറിഞ്ഞു. ഞങ്ങൾ പറഞ്ഞു ജോലിയാണോ രാഷ്ട്രീയമാണോ എന്ന് ചോദിച്ചായിരുന്നു. ലഡുവൊക്കെ ഉണ്ട്. അപ്പോൾ ലഡുവൊക്കെ ഉണ്ട്. സന്തോഷമാണോ? അപ്പോൾ ഒന്ന് കഴിച്ചേ ചേച്ചി. പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ രാവിലെ എത്തി. എല്ലാവരും നേരത്തെ വരണമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങളൊക്കെ എല്ലാവരും നേരത്തെ രാവിലെ എത്തി. ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രതീക്ഷയുണ്ടായിരുന്നു. ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. 20 വർഷത്തിന് മുകളിലായിട്ട് UK യിലാണ്. അതെ അതെ 22. വന്ന സമയത്തൊക്കെ അവസാനം കഴിഞ്ഞ മാർച്ച് അമ്മച്ചിയുടെ 28-ന് വന്നതാണ്. അന്ന് വന്ന് അന്നേരമൊക്കെ ഞങ്ങളോട് അന്ന് മുതൽ ഞങ്ങളെല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അച്ചാച്ചനോട് ഞാൻ പറയാം, അച്ഛാ അമ്മച്ചിക്ക് കൊണ്ട് റോസപ്പൂ കൊണ്ടൊക്കെ നീ ഒരെണ്ണം കൊണ്ടു കൊടുത്ത് ഞാൻ റോസപ്പൂ കൊണ്ട് അമ്മച്ചിക്ക് കൊണ്ട് കൊടുത്തു. അമ്മച്ചിക്ക് റോസപ്പൂ മിനിഞ്ഞാന്ന് കൊണ്ട് കൊടുത്തു. ഞങ്ങൾ ഇന്നലെ മിനിഞ്ഞാന്ന് പള്ളിയിൽ പോയി, ഇന്ന് പോയി 100% കുഞ്ഞുമകനെ എന്നും പറഞ്ഞുകൊണ്ടാണ് നടക്കുന്നത്. കുഞ്ഞുമകന് വേണ്ടിയിട്ട് ഇഷ്ടം പോലെ അച്ഛൻ പ്രാർത്ഥിക്കുന്നു. റോസപ്പൂവുമായിട്ട് ലണ്ടനിലെ ആൾക്കാരുടെ മനസ്സിലേക്ക് ഇടിച്ച് കയറിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മലയാളി ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ തിരഞ്ഞെടുക്കുന്നത്. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് സോജനും ഞങ്ങളുടെ കുടുംബത്തിനും എല്ലാവർക്കും വളരെ അഭിമാനവും സന്തോഷമാണ്. എന്തായാലും ഒത്തിരി മലയാളികളുള്ളൊരു നാട് കൂടിയാണ് ബ്രിട്ടൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സോജൻ്റെ ഈ വിജയം അവർക്കൊക്കെ തന്നെ വലിയ രീതിയിലുള്ള സന്തോഷവും ആഹ്ലാദവും ഒക്കെ നൽകുന്നതാണ്. കോട്ടയത്ത് ഓണംതുരത്തിലെ സോജൻ്റെ വീട്ടിൽ നിന്നും ക്യാമറമാൻ ജോബിൻ തേക്കടിക്കൊപ്പം ഷിനോജ് മാതൃഭൂമി ന്യൂസ്.